ഇതൊരു ബേസിക് വീഡിയോ ആണ്. ബേസിക് ഇലക്ട്രിക്കൽ മെഷീനെ പറ്റിയുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പലരും ഇലക്ട്രിക്കൽ വർക്ക്സൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഇതിൻ്റെ ഒരു ബേസ് ഇല്ല എന്നുള്ളത് പല സ്റ്റുഡൻസ് വരുന്നതിലും അവരിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാനതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ അനിമേഷൻസ് അങ്ങനെയൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ പക്ക ഒരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രിക് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടുള്ളൊരു കറണ്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു മെക്കാനിക്കൽ ഫോഴ്സായിട്ട് ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ഒരു മോട്ടറിൻ്റെ അകത്ത് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു പമ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ മൂവ്മെൻറ്റ് ആക്ഷനൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കലി കൺവേർട്ട് ചെയ്യുന്നൊരു സാധനമാണ് ഇലക്ട്രിക്കൽ മെഷീൻ. അതിൽ പ്രധാനമായ സാധനമാണ് മോട്ടർ. നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സാധനമാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുത്ത് പവർ ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസ് പ്രധാനമായിട്ട് രണ്ട് വിഭാഗങ്ങളിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എ സി മെഷീൻ, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓടുന്ന മെഷീനും, ഒന്ന് ഡി സി മെഷീൻ, അതായത് പ്ലസ് മൈനസ് ആയിട്ടുള്ള ഒരു ബാറ്ററിന്നോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഡി സി സിസ്റ്റത്തിൽ നിന്ന് വോൾട്ടേജ് കൊടുത്ത് കറണ്ട് വലിച്ച് അങ്ങനെ ഓടുന്നൊരു സാധനം. അപ്പോൾ ഈ എ സി മെഷീനും തന്നെ പല വിഭാഗങ്ങളുണ്ട്. അത് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള മെഷീൻ ഒരു വിഭാഗത്തുണ്ട്. അതുകൂടാതെ സ്റ്റാറ്റിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ട്രാൻസ്ഫോമർ സാധനങ്ങൾ റൊട്ടേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും ഞാനൊരു ഇത് പറഞ്ഞ ഒരു സ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും റൊട്ടേറ്റിംഗ് മെഷീനിൽ സിംഗർലെസ് ഇൻഡക്ഷൻ മെഷീൻ അങ്ങനെ പല വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൊട്ടേറ്റിംഗ് മെഷീൻസിൽ പ്രധാന സാധനം എ സി മോട്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് വർക്കിംഗ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കാന്തത്തിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാന്തം എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളുമാണ് ഒരു കാന്തത്തിലുണ്ടാവുക. അതിൻ്റെ അകത്ത് സിമിലറായിട്ടുള്ള പോൾസ് അട്രാക്റ്റും ചെയ്യും, റിപ്പൽ ചെയ്യും. ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും. നോർത്ത് പോള് തമ്മിലോ അല്ലെങ്കിൽ സൗത്ത് പോള് തമ്മിലോ റിപ്പലിങ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഫോഴ്സിൻ്റെ ബലത്തിലാണ് നമ്മുടെ മോട്ടറിൻ്റെ അകത്ത് റൊട്ടേഷൻ പരിപാടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ അകത്തുള്ള വൈൻഡിങ്സ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ മോട്ടറും അതിൻ്റെ അകത്ത് കുറേ വൈൻഡിങ്സ് ചെമ്പ് കമ്പിയും അല്ലെങ്കിൽ അലുമിനിയം കമ്പിയൊക്കെ വെച്ചുള്ള കുറേ ചുറ്റിയൊക്കെ ഉണ്ടാക്കണതാണ്. ഫാനൊക്കെ പൊളിച്ച് വെച്ചേക്കുന്നതൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു മോട്ടർ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതേപോലത്തെ പല ചെമ്പ് കമ്പിയുടെ വൈൻഡിങ്സൊക്കെ ഇങ്ങനെ പോയേക്കണം കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഒരു കാന്തം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു കറണ്ട് ഒരു കണ്ടക്ടർ കൂടി പാസ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു കണ്ടക്ടർ പിടിച്ചേക്കണതാണ്. അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ അകത്ത് കൂടി കറണ്ട് പോകുന്ന ഒരു ദിശയും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കറണ്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ദിശയിൽ ഇപ്പോൾ കാണിച്ചേക്കുന്ന പോലെ ബി എന്ന് എഴുതിയിട്ട് കുറേ ബ്ലൂ ലൈൻസ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ മാഗ്നറ്റിക് ഒരു വലയം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസമാണ് നമ്മൾ മോട്ടറിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു റൂള്. അപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ദിശയനുസരിച്ച് ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പോളും അതനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ദിശ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ഈ കാണിച്ച ഒരു ദിശയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നോർത്ത് പോളായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. നേരെ ഓപ്പോസിറ്റ് ദിശയിലാണെങ്കിൽ സൗത്ത് പോളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതായത് നമ്മൾ വൈൻഡിങ്ങിൽ കറണ്ടിൻ്റെ ദിശ മാറ്റുന്ന അനുസരിച്ച് നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കുക. അതായത് നമ്മൾ ഇപ്പോൾ കാണാം, കൈ പല സ്ഥലങ്ങളിലായിട്ടൊരു വലിയ വൈൻഡിങ് അല്ലെങ്കിൽ ഒരു വലിയ കമ്പിയിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊസിഷനിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ്, ഈ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് അവിടെ ബി എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോസ് ആരോവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതിൻ്റെ അകത്ത് പല ഭാഗങ്ങളായിട്ട് പലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലൈൻസ് ഇങ്ങനെ വരച്ചേക്കണതും കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ
പൊസിഷൻസും കറണ്ടിൻ്റെ ദിശ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂളാണ് തമ്പ് റൂൾ എന്ന് പറയും. അതായത് വേറൊന്നുമല്ല, നമ്മുടെ കറണ്ട് പോകുന്ന ദിശയിലേക്ക് നമ്മുടെ തള്ളവിരൽ ചൂണ്ടി വയ്ക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആ വിരലുകൾ ചൂണ്ടുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയിലായിരിക്കും. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളും, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോൾ എന്നാണ്. അതായത് ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന ദിശയാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിശയിലേക്കാണ് നമ്മുടെ വിരലുകൾ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം, അതായത് ഇപ്പോൾ ഇതിൽ ഇരിക്കുന്നത് ക്ലോക്കിൻ്റെ കറങ്ങുന്നതിൻ്റെ എതിർ ദിശയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതായത് ഇതിന് പറയുന്നത് ഇത് ഉണ്ടായിരിക്കുന്നത് നോർത്ത് പോളായിരിക്കും ഇതിൻ്റെ അകത്ത്. നേരെ മറിച്ച് ഇപ്പോൾ കറണ്ട് താഴത്തേക്കാണ്, അപ്പോൾ നമ്മൾ തള്ളവിരലും കൊണ്ട് ചൂണ്ടും, താഴത്തേക്ക് ചൂണ്ടും. അപ്പോൾ ആ ടൈമിൽ അതിലുണ്ടാകുന്ന കറണ്ട് സൗത്ത് പോളായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് പൊസിഷൻസ് അനുസരിച്ച് നോർത്ത് പോളും സൗത്ത് പോളും മാറും. അത് ഒരു ഏരിയ. ഇനി രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതേപോലത്തെ ഒരു സോളിനോയിഡ് എന്ന് പറയും, ഇങ്ങനെ കുറേ കോയിലുകൾ വൈൻഡ് ചെയ്ത് വെച്ചിട്ട് അതിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് വിടുകയാണ്. പ്ലസ് മൈനസിലേക്കും ബാറ്ററിയുടെ കണക്ട് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ദിശ ദിശ ഈ പറഞ്ഞ രീതിയിൽ ദിശ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഒരറ്റത്ത് നോക്കുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ലൈൻ അല്ലെങ്കിൽ ഫീൽഡ് പോകുന്നത് ക്ലോക്ക് വൈസ് ദിശയിലും, ഒരറ്റത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് നോർത്ത് പോളായിട്ടും മറ്റേ സൈഡ് സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യും. ഒരു ബാർ മാഗ്നറ്റ് പോലെ നമ്മൾ ആദ്യം കണ്ട ഇതേപോലത്തെ ഒരു മാഗ്നറ്റ് ഇവിടെ കണ്ടില്ല, ഇതേപോലത്തെ ബാർ മാഗ്നറ്റ് പോലെ ആയി ആക്ട് ചെയ്യും എന്നാണ് നമ്മൾ എക്സ്പെരിമെൻറ്റുകൾ വഴി കണ്ടുപിടിച്ചത്. ഇതിനെ കോയിൽ അല്ലെങ്കിൽ സോളിനോയിഡ് എന്ന് വിളിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഒരു ലൈൻസൊക്കെ വെച്ച് കാണിച്ചേക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ദിശ അനുസരിച്ച് ഇവിടുന്ന് നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതുകൂടാതെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടു കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായ കാര്യം കണ്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരിച്ചും സംഭവിക്കാമല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവുമല്ലോ എന്നുള്ള ചിന്തയിൽ നിന്ന്, പല എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടെത്തിയ സാധനമാണ്. ആ ഒരു സംഭവിക്കും. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് പാസ് ചെയ്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാവുന്നൊരു സിദ്ധാന്തം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുണ്ടാകുമ്പോൾ ചുമ്മാ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അവിടെ കൊണ്ട് ഒരു കണ്ടക്ടർ വെച്ചാൽ അതിൻ്റെ അകത്ത് കൂടി കറണ്ട് ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ അതിൽ ആ മാഗ്നറ്റ് മൂവിങ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ടർ മൂവിങ് ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പ്രതിഭാസം സംഭവിക്കുള്ളൂ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു പ്രതിഭാസമാണ് നമ്മുടെ ജനറേറ്റർ പോലത്തെ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ മോട്ടറിലാണെങ്കിൽ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ഫോഴ്സ് ഉണ്ടായിട്ട് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ മോട്ടർ കറങ്ങുന്ന ദിശ തീരുമാനിക്കുന്നത് ഈ കറണ്ടിൻ്റെ ദിശയും നമ്മൾ അടുത്ത കറണ്ടിൻ്റെ ദിശയും പിന്നെ അതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയും രണ്ടിൻ്റെയും ഒരു ആകത്തുകയായിട്ടുള്ള ഒരു ഇത് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്ന ഡയറക്ഷൻ ഏത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫോഴ്സ് കാരണമാണല്ലോ ഇതിൻ്റെ റൊട്ടേഷൻ സാധ്യമാകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്, ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സിദ്ധാന്തം അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ അറിയാം, കറണ്ടിൻ്റെ ദിശ അറിയാമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമ്മൾ തമ്പ് റൂൾ ഉണ്ടല്ലോ, തമ്പ് റൂൾ വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഏത് വഴിക്കാണ് പോണേ, കറണ്ട് ഏത് വഴിക്കാണ് പോണേ എന്നുള്ളത് മനസ്സിലാക്കി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോഴ്സ്, അതായത് ആ മോട്ടറിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തള്ളവിരലിലൂടെ മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ കാണാം, നമ്മുടെ തള്ളവിരൽ പോയിൻ്റ് ചെയ്തേക്കുന്ന ആ ഡയറക്ഷൻ ഓഫ് ഫോഴ്സാണ്. ഈ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയിലും നമ്മുടെ നടുവിരൽ കറണ്ടിൻ്റെ ദിശയിലേക്കുമാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയും. ഇതാണ് മോട്ടറിൻ്റെ പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ജനറേറ്ററിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. ജനറേറ്ററിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ അകത്ത് നമ്മൾ മെക്കാനിക്കലായിട്ട് ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഫോഴ്സിൻ്റെ ദിശ നമുക്കറിയാം, ഏത് ദിശയിലാണ് കറക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ദിശയെ നമുക്കറിയാം. നമുക്ക്
അതിൽ യൂസ് ചെയ്യാൻ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണുള്ള ദിശയെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിലൂടെ കറണ്ട് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അപ്പോൾ രണ്ടും ഇതിന് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ കൺഫ്യൂസ് ആവാതെ അത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാണാം. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മളൊരു ഈ വട്ടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു സോഴ്സാണ്. സപ്പോസ് അതൊരു ബാറ്ററി ആണെന്ന് വിചാരിക്കുക. ബാറ്ററിയുടെ പ്ലസ് ഇവിടെ ഉണ്ട്, മൈനസ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ദിശ അനുസരിച്ച് ഇവിടെ സൗത്ത് പോളും ഇവിടെ നോർത്ത് പോളും ഉണ്ടാകുന്നു എന്ന് കരുതുക. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ബാർ മാഗ്നറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ നോർത്ത് പോളിൽ സൗത്ത് പോളായിട്ട് അട്രാക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. സൗത്ത് പോളും ഈ നോർത്ത് പോളും അട്രാക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് ഇവിടെ റോട്ടർ മാഗ്നറ്റ് പുൾഡ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ ഈ ബാറ്ററി നിന്ന് തിരിച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മൈനസ് ഇവിടെയും പ്ലസ് ഇവിടെയാണെന്ന് വയ്ക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കും? നമ്മൾ പറഞ്ഞത് പ്രകാരം ഇവിടെ നോർത്ത് പോളായി മാറുന്നു. നേരത്തെ സൗത്ത് പോളായിരുന്നു, ഇവിടെ സൗത്ത് ആയത് ഇവിടെ നോർത്തായി. ഇവിടെ നേരത്തെ നോർത്തായിരുന്നു, ഇവിടെ സൗത്തായി. അപ്പോൾ ഈ ടൈമിൽ ബാർ മാഗ്നറ്റിൽ എന്ത് സംഭവിക്കും? ഈ ബാർ മാഗ്നറ്റും ഈ നോർത്തും തമ്മിൽ റിപ്പലിങ് നടക്കും. പരസ്പരം വിരുദ്ധം പുഷ് ചെയ്യും. അപ്പോൾ അത് തള്ളാനുള്ളൊരു ശ്രമം നടത്തും. അപ്പോൾ ഈ ഒരു സ്വഭാവത്തെയാണ് നമ്മൾ മോട്ടറിൻ്റെ വർക്കിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലസ് മൈനസ് എപ്പോഴും ഒരു കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് ഫേസും ന്യൂട്രലും ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിലും ഇതേ പ്രതിഭാസമായിരിക്കും നടക്കുന്നത്. പ്ലസ് മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം ഇത് കണ്ടിന്യൂസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ കൃത്യമായിട്ട്, അപ്പോൾ അതാണ് ആ മോട്ടറിൻ്റെ റൊട്ടേഷൻ ആയിട്ട് ഇതിൽ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ വലതുവശത്ത് ഇങ്ങനെ കാണാം. ഫസ്റ്റ് ഒന്നും അതിൻ്റെ അകത്ത് കണക്ഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഫുൾ അതിൻ്റെ അകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പൊസിഷൻ കാണാം. സൗത്തും നോർത്തും എങ്ങനെ ഇരിക്കണമെന്ന് കാണാം. നേരത്തെ നോർത്ത് സൗത്ത് ആയിരുന്നു, ഒരു കറക്കം കറങ്ങി ഇങ്ങനെ വന്ന് നിന്നു. കാരണം അട്രാക്ഷൻ റിപ്പൽഷനൊക്കെ നടക്കുന്നു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഫീൽഡ് ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് പോകുന്നു. ഇങ്ങനെ കറങ്ങി പോകുന്ന കാണാം. പതുക്കെ കറങ്ങി, അതായത് അതിനൊരു അച്ചുതണ്ടിൽ നമ്മൾ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് അതിന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് തെറിച്ച് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു സാധനം വെച്ചെങ്കിലും തെറിച്ച് പോകും. സൗത്തും നോർത്തും ഇതൊക്കെ തെറിച്ച് പോയാൽ ഇതിപ്പോൾ തെറിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ആ അച്ചുതണ്ടിൽ തന്നെ അല്ലെങ്കിൽ ആക്സിസിൽ തന്നെ ഇതിങ്ങനെ റൊട്ടേഷനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പരിപാടിയാണ് നമ്മുടെ മോട്ടറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഗ്രാഫും വരച്ചിട്ടുണ്ട്. 0, 90 ഡിഗ്രി, 180, 270 എന്ന് പറഞ്ഞാൽ, അതായത് 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രി വരെ ആദ്യം ഒരു കറക്കം, പിന്നെ അത് 92, അതായത് ഓരോ പൊസിഷനിലും അതിങ്ങനെ ഓരോ ഇത്ര ഡിഗ്രി നമ്മൾ കറങ്ങി പോയിക്കൊണ്ടിരിക്കും. അത് ഗ്രാഫ് ഇങ്ങനെ വരച്ചേക്കണം. ആദ്യം 0 to 90 വന്നു, 90യിൽ നിന്ന് പിന്നെയും 0 ആയി, അല്ലെങ്കിൽ 180 ആയി, 180യിൽ നിന്ന് പിന്നെയും താഴത്തോട്ട് വേറൊരു പൊസിഷൻ എടുത്തു. അതിൻ്റെ പൊസിഷൻ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് നോർത്ത് സൗത്ത് ആയിരുന്നു, എന്നിട്ട് അത് തിരിഞ്ഞ് സൗത്ത് നോർത്തായി. അതായത് ജസ്റ്റ് നമ്മുടെ ഇത് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ കറങ്ങിയ സൗത്ത് നോർത്തായി. പിന്നെ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വന്നു. അപ്പം അങ്ങനെ റൊട്ടേഷൻ കണ്ടിന്യൂ ആണ്. അങ്ങനെയാണ് ഈ മോട്ടറിൻ്റെ വർക്കിംഗ് സംഭവിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം.